ചേട്ടാ, നീ തിരക്ക് പണിയിലായിരുന്നു അല്ലേ? ഏയ്, എന്താ ശശിയേട്ടാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? നീ ഒന്ന് ടൗണിൽ പോണം. ഈ ലീസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അല്ല ശശിയേട്ടാ, നിങ്ങൾ ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വല്ല സദ്യയൊക്കെ ഒരുക്കുന്നുണ്ടോ? ചെറിയൊരു സദ്യയാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്റെ മോനും കുടുംബവും വരുന്നുണ്ട് ബാംഗ്ലൂരിൽ. ആര്, അരുണോ? ഓ ഓ, അപ്പൊ അവർക്ക് വരാൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തോ? ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വരാൻ എന്തിനാടാ ലൊക്കേഷനൊക്കെ? ജനിച്ചു വളർന്ന വീടാണെങ്കിലും വന്നിട്ട് 5-8 കൊല്ലം ആയിട്ടുണ്ടാവില്ലേ? അതും നേരാ. ഓരോ ഓണത്തിനും വിഷുവിനും ഞാൻ കാത്തിരിക്കും. സമയമാകുമ്പോ അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് വരാറില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം വരുമെന്നുള്ളത് ഉറപ്പാണോ? ഇത് ഉറപ്പാടാ. നാളെ എന്റെ 70ാം പിറന്നാളാ. അവര് വരുന്ന ഉറപ്പാ. ആഹാ, അപ്പോ സപ്തതി ആയി. ആയടോ, തിരിച്ചു പൊളിക്കണ്ടേ? അതിനല്ലേ അവര് വരുമെന്ന് പറഞ്ഞേ. വലിയൊരു ആഘോഷമൊന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ സമ്മതിച്ചില്ല. എല്ലാം ഇനി അവൻ വന്ന് പ്ലാൻ ചെയ്തോളാന്നാ പറഞ്ഞേ. എല്ലാവരെയും അവൻ വന്നിട്ട് വിളിക്കട്ടെ. ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് തടസ്സവും നിൽക്കുന്നില്ല. അപ്പോ ശശിയേട്ടാ, കേക്ക് വാങ്ങണ്ടേ? അത് ഈ ലിസ്റ്റിൽ കാണുന്നില്ലല്ലോ. കേക്കൊക്കെ അവൻ വരുമ്പോ കൊണ്ടുവരുന്നാ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അല്ല, പൈസ വേണ്ടേ? ഇത് വരുമ്പോ തന്നാ മതിന്ന്. എന്നാ ഭയം വാ. ഈ മഴയത്ത് ഇതിനാണോ ശശിയേട്ടാ നിങ്ങൾ ഈ മല കയറിയത്? ഇതിനാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നോ? ഹലോ ശശിയേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അല്ല, അവരാരും വന്നില്ലേ? അവരാരും വന്നില്ല. വരുന്നില്ലേ? അവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തോ തിരക്ക് വന്നു. ഇനി ഓണത്തിനെ വരാൻ പറ്റുള്ളൂ. അല്ല, അപ്പോ ഇതുവരെ നിങ്ങൾ ആരെയാ കാത്തിരുന്നേ? അത് പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് ഓർത്തിട്ട് അവരെ തന്നെയാ കാത്തിരുന്നേ. നിങ്ങൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ വന്നേനെ. തിരക്കുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ അവരെന്തായാലും വരാതിരിക്കില്ല. അവൻ്റെ അമ്മ പോയ പിന്നെ എൻ്റെ പിറന്നാളുകളൊന്നും ആഘോഷിച്ചിട്ടില്ല. ഇതും ഇങ്ങനൊക്കെ തന്നെ അങ്ങ് പോട്ടെ. ഇതേ അങ്ങനെ അങ്ങ് പോക്കണ്ട, ഗംഭീരമാക്കണം. ഞാൻ അവരോട് വരാൻ പറയട്ടെ. എൻ്റെ ശശിയേട്ടാ, എനിക്കറിയായിരുന്നു അവർ വരത്തില്ല എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ പിറന്നാൾ ഗംഭീരമാക്കാൻ എല്ലാ സെറ്റപ്പും ശരിയാക്കിയിട്ടാ ഞാൻ വരുന്നത്. 1/2 മണിക്കൂറിനുള്ളിൽ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവിടെ. നിങ്ങളുടെ സപ്തതി ആഘോഷം ഞങ്ങൾ ഗംഭീരം. ഇതിൻ്റെ ലൈവ് വീഡിയോ ഞാൻ തന്നെ അരുണിന് അയച്ചു കൊടുക്കും. കാണട്ടെ.